പ്രിയമുള്ള സഹോദരി സഹോദരന്മാര്, ഞാൻ ഹമീദ് പരപ്പനങ്ങാടി SDPIയുടെ മണ്ഡലം പ്രസിഡന്റുമാണ്. ഞാനൊരു മാധ്യമ പ്രവർത്തകനും കൂടിയാണ്. ചെട്ടിപ്പടി ഹെൽത്ത് സെന്ററുമായി ബന്ധപ്പെട്ടിട്ട് പല ചർച്ചകളും നടത്തുന്ന ഒരു അവസരത്തിലാണ് ഉള്ളത്. നമുക്കറിയാം, ഏകദേശം 2002 മുതൽ നമ്മളെ ഈ ഹെൽത്ത് സെന്റർ ശോചനീയാവസ്ഥയിലേക്ക് കൂപ്പുകുത്താൻ തുടങ്ങിയിട്ട് ആ കാലയളവ് മുതൽ കൂപ്പുകുത്താൻ തുടങ്ങിയത്. ഇപ്പോ നമുക്കറിയാം, പൂർണ്ണമായി പല ഭാഗങ്ങളും തകർച്ച നേരിടുന്ന ഒരവസരത്തിലാണുള്ളത്. ഇപ്പോ SDPI അവസാനമായിട്ട് SDPI അവിടുത്തെ ചെട്ടിപ്പടി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവർക്ക് മാർച്ചും സമരമൊക്കെ നടത്തി. അതിന്റെ ഒരാഴ്ച മുന്നേ, ഏകദേശം 2 ആഴ്ച മുന്നേ വികസന സമിതി ചേർന്നപ്പോ അവിടുത്തെ പ്രവർത്തകര് പ്രതിഷേധവുമായി തകർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് അവിടേക്ക് മാർച്ച് നടത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ഉടനെ തന്നെ പരിഹാരം കാണുകയും ചെയ്യും എന്നുള്ള ഉറപ്പ് കിട്ടിയിട്ടാണ് അവിടുന്ന് പോരുന്നത്. അതിന് ഏകദേശം 1 വർഷം മുന്നേ SDPI ഇതേ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഇതേമാതിരി മാർച്ച് നടത്തിയത്. അതിന്റെ ഏകദേശം കഴിഞ്ഞ ഈ മറ്റേ UDF മന്ത്രിസഭാ കാലത്ത് ഇന്നത്തെ മന്ത്രി, നമ്മുടെ MLA കൂടിയായിട്ടുള്ള പരപ്പനങ്ങാടിയിലെ നമ്മുടെ അദ്റബ് സാഹിബിന് നേരിട്ട് നിവേദനം കൊടുത്തതാണ്. അതിനുശേഷം ഈ അവിടുത്തെ നമ്മുടെ MLA നമ്മുടെ KPA മജീദ് സാഹിബിന് ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിവേദനം കൊടുത്താണ്. ഞാൻ പറഞ്ഞത്, ഈ നിരന്തരമായി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് SDPI മാത്രമേ അവിടേക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് സമര പരിപാടി നടത്തിയിട്ടുള്ളൂ. എന്നാൽ ഇന്ന് ഈ സമരത്തിന് ശേഷം ജനകീയമായ ശ്രദ്ധയും ചില സോഷ്യൽ മീഡിയകളിൽ വിഷയം ഏറ്റെടുത്തുകൊണ്ട് SDPIയുടെ സമരത്തെ അഭിനന്ദിച്ചുകൊണ്ടുണ്ടായ ഒരു അവസ്ഥ. ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന പ്രദേശത്തിലെ കൗൺസിലർമാരായിരുന്നു ഇവർ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും പ്രവൃത്തി നടത്തിയിട്ടുണ്ടോ? പോകട്ടെ, തെരഞ്ഞെടുപ്പ് പടിവാതിൽ നിൽക്കുന്ന 6 മാസത്തിന് മുന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു സംഗതി ചെയ്തിട്ടുണ്ടോ? ഇവിടെ SDPIയുടെ സമരത്തെ അടക്കം വിമർശിച്ചുകൊണ്ട് പറയുന്നത് ഇത്തരത്തിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ടുള്ള സമരമല്ല, കൂട്ടായിട്ടുള്ള ശ്രമമാണ് നടത്തേണ്ടത് എന്നാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യും. SDPI സ്വാഗതം ചെയ്യുന്ന കൂട്ടായിട്ടുള്ള ഈ സമരത്തിന്, കൂട്ടായിട്ടുള്ള ശ്രമത്തിന് എന്തുകൊണ്ടാണ് ആരും തയ്യാറാകാത്തത്? ഇപ്പം വ്യാപകമായി പ്രദേശങ്ങളിലടക്കം ഈ ശോചനീയാവസ്ഥയെ കുറിച്ച് പ്രതിഷേധം രൂപപ്പെടുമ്പോൾ അത് തങ്ങളുടെ നേരെ വരുമോ എന്നുള്ള ഭയപ്പാടിൽ നിന്നാണ് പല ആളുകളും ഇതുവരെ ഇല്ലാത്ത ലൈവ് അടക്കമുള്ള രീതിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഞാൻ ചെട്ടിപ്പടി പ്രദേശത്തിന്റെ ചുറ്റുപാടുകൾ കഴിഞ്ഞ കാലങ്ങളിൽ താമസിച്ച ആളാണ്. 2002-ലും അതിന്റെ മുന്നേ ഏകദേശം 98, 97-ലൊക്കെ 99-ലൊക്കെ എന്റെ ഭാര്യ പ്രസവിച്ച ഒരു കേന്ദ്രം കൂടിയാണ്. 3 കുട്ടികൾക്ക് ജന്മം നൽകിയ ഒരു കേന്ദ്രം കൂടിയാണ് ചെട്ടിപ്പടി ഹെൽത്ത് സെന്റർ. അന്ന് നമുക്കറിയാം, നല്ല രീതിയിലായിരുന്നു. ഏകദേശം 6ഉം 7ഉം ഡോക്ടർമാർ അവിടെ ഉണ്ടായിരുന്നു. വനിതാ ഡോക്ടർമാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ പുരുഷ ഡോക്ടർമാരുണ്ടായിരുന്നു. നമുക്ക് റസാഖ് ഡോക്ടർ, ഏകദേശം റസാഖ് ഡോക്ടറിന് ശേഷം അവിടെ നല്ലൊരു ഡോക്ടർ വന്നിട്ടില്ല എന്നുള്ളതാണ്. മുന്തസ് ഡോക്ടർ ഉണ്ടായിരുന്നു, സീനത്ത് ഡോക്ടർ ഉണ്ടായിരുന്നു. വ്യാപകമായ രീതിയിൽ നമ്മുടെ തീരദേശ മേഖലയിലും എന്തിനേറെ വള്ളിക്കുന്ന് പഞ്ചായത്ത്, മൂന്നീര് പഞ്ചായത്ത്, പരപ്പനങ്ങാടി പ്രദേശങ്ങളിൽ നിന്നൊക്കെ പ്രസവത്തെ ആശ്രയിച്ചൊരു കേന്ദ്രമായിരുന്നു. എന്നാൽ പിന്നീട് നമ്മുടെ ചുറ്റുപാടുകളിൽ വളർന്നു വരുന്ന സ്വകാര്യ ആശുപത്രികളിൽ വളർച്ച ഉണ്ടാക്കുന്നതിന് വേണ്ടി ആശുപത്രി യഥാർത്ഥത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാര്, ഇവിടുത്തെ ഭരണാധികാരികള് അതിനെ നശിപ്പിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ നമുക്കറിയാമല്ലോ, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ മിനിറ്റ്സുകൾ നമുക്ക് കിട്ടും. ഓരോ വർഷം ഈ ഏകദേശം ഒരു 10-15 വർഷത്തെ 3 ടേമിലെ 4 ടേമിലെ പഞ്ചായത്ത് കഴിഞ്ഞു, പിന്നെ മുനിസിപ്പാലിറ്റി കഴിഞ്ഞു. ആ മിനിറ്റ്സ് ഒന്ന് പരിശോധിക്കുക. ആ മിനിറ്റ്സിൽ നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും, ഓരോ വർഷത്തിൽ ഈ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് ഇത്ര ഫണ്ട് ഞങ്ങൾ വകയിരുത്തിയിട്ടുണ്ട്. പക്ഷെ ആ വകയിരുത്തലല്ലാതെ, പ്രഖ്യാപനമല്ലാതെ ഒരു സംഗതി നടന്നിട്ടില്ല.
ഇപ്പൊ നമുക്കറിയാം കുറച്ചു കാലങ്ങളായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലാണ് അടിസ്ഥാന വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ആരോഗ്യ സംഗതികൾ. ഇപ്പൊ നമുക്കറിയാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുണ്ടല്ലോ, നമുക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇടക്കിടക്ക് ചേരാറുണ്ടല്ലോ. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്, ഓരോ സംഗതിക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. ഇപ്പൊ എന്താ അവസ്ഥ? ആ അവസ്ഥ ആശുപത്രിയുടെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഒരു വാട്ടർ ടാങ്കിന്റെ എപ്പോഴാ തലേക്ക് പൊളിഞ്ഞിരിക്കുകയെന്ന് അറിയില്ല. കാറ്റടിച്ചാൽ നമുക്കറിയാം സൈഡില് നമുക്കറിയാം ദിനോസറിന്റെ മറ്റേ രൂപാന്തരം എന്ന പോലെയാണ് ആശുപത്രിയുടെ പല ഭാഗങ്ങൾ കണ്ടാൽ. കാരണം സൈഡ് ഭാഗങ്ങളിൽ അവിടുത്തെ അടർന്നു വീണ കമ്പികളൊക്കെ കാണുമ്പോൾ ഇതൊരു ദിനോസർ ആണോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്ക്. മാത്രമല്ല മറ്റേ ഈ കോൺക്രീറ്റ് ചെയ്ത ഭാഗം അല്ലെങ്കിൽ ഓടിട്ട ഭാഗം അത് മറിച്ച് മറ്റേ വെള്ളം അവിടേക്ക് കുത്തി ഒഴിക്കും എന്നുള്ളതിൽ ഡാർപ്പായി വലിച്ചു കെട്ടിക്കും. കാറ്റടിച്ച് അതിന്റെ മുകളിലേക്ക് പോകും. ഇതൊക്കെ അവസ്ഥ. നമുക്കറിയാം ഹെൽത്ത് സെന്ററിൽ ആംബുലൻസ് ഇല്ലായിരുന്നോ? ആംബുലൻസ് ദ്രവിച്ച് നശിപ്പിച്ചതല്ല. ഇപ്പൊ നമുക്കറിയാം രാത്രിയായ ലൈറ്റ് പോലും ഇല്ലാത്ത അവസ്ഥ. കിടത്തി ചികിത്സ ഇല്ലാതായിട്ട് വർഷങ്ങളായി. അതുപോലെ തന്നെ ഇപ്പം അടുത്ത ഒരാഴ്ച മുന്നാണ് തോന്നുന്നത് ഏഷ്യാനെറ്റില് ഒരു ന്യൂസ് വന്നു ആ ആശുപത്രിയുടെ ശോചനീയാവസ്ഥയെ കുറിച്ച്. അവിടെ സത്യസന്ധരായിട്ടുള്ള സൂപ്രണ്ട് അടക്കമുള്ള ആളുകളുണ്ട്. അവര് ദയനീയമായി അവിടെ ഭയപ്പാടോട് എപ്പോഴാ അത് തലയൊക്കെ ഒഴിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ വല്ല കുത്തുന്ന് വല്ല പാമ്പോ മറ്റോ വരുമെന്നുള്ളത്. ഇപ്പൊ അവര് അവിടെ വരുന്ന രോഗികളോട് വല്ല ബാത്റൂമിലോ പോകുന്നുണ്ടെങ്കിൽ സ്വകാര്യമായിട്ട് പറയാണ് പാട്ട് പാടിയിരിക്കണം, അല്ലെങ്കിൽ മൂളിപ്പാട്ട് പാടണം. അപ്പൊ എന്താ അവിടെ കുറ്റിഞ്ഞ് ഈ ബാത്റൂമില് കുറ്റിഞ്ഞാത്ത അവസ്ഥ. ഒരു ഏഷ്യാനെറ്റിന്റെ ഒരു ലേഖി വന്നിട്ട് പറയാ ഒന്നെങ്കിൽ പാട്ട് പാടണം അല്ലെ തള്ളി പിടിക്കണം. ഇതാണ് അവസ്ഥ. അങ്ങനെ ഒരു കുറ്റി പോലും ഈ ശൗചാലയത്തിന് വേണ്ടി ഇടാൻ പോലും കഴിയാത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ വകുപ്പാണ് നമുക്കുള്ളത്. ഇതിന് ഉത്തരവാദിത്തപരമായിട്ടുള്ള പങ്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയില്ല. പ്രത്യേകിച്ച് ഭരണങ്ങള് നമ്മുടെ ഭരണശീലാ കേന്ദ്രം കൈപ്പിടിയിൽ ഒതുക്കുന്ന ആളുകള് വർഷങ്ങളോളം നമ്മൾ ഈ വികസന സമിതി രൂപീകരിച്ചിട്ടുണ്ട്. STPI ഏതായാലും ഇല്ല. ഏതായാലും എല്ലാ സംഗതിയൊന്നും നമ്മളൊന്നും കൂട്ടുകയില്ല. കാരണം എന്താ, അവിടെ സത്യസന്ധമായി വിരൽ ലഭിക്കും. അപ്പൊ ഈ കള്ളന്മാരും കൊള്ളക്കാർക്കെതിരെ വിരൽ ലഭിക്കും എന്നുള്ളതുകൊണ്ട്. കാരണം ഇവിടെ അവര് യോഗം ചേർന്ന് പിരിഞ്ഞു പോവുക എന്നതിനപ്പുറത്തേക്ക്, ചായ കുടിച്ച് പിരിഞ്ഞു പോവുക എന്നതിനപ്പുറത്തേക്ക് ഒരു സംഗതി നടക്കണില്ല. ഇപ്പൊ അവര് കിടങ്ങ് കയറിയിരിക്കുന്നു. നമുക്ക് പണ്ട് നമുക്കറിയാം ഹന്തക്ക് യുദ്ധത്തില് കിടങ്ങുകൾ ശത്രു കണക്കാക്കാൻ വേണ്ടിയിട്ട് ഹന്തക്ക് യുദ്ധത്തില് നമ്മൾ കിടങ്ങുകള് അന്ന് പ്രവാചകന്റെ കാലത്ത് മുഹമ്മദ് നബി പ്രവാചകന്റെ കാലത്ത് ഉണ്ടാക്കിയത്. കാരണം ശത്രുക്കൾ കണക്കാക്കാൻ. എന്നാ ആശുപത്രിന്റെ മെയിൻ ഗേറ്റിൽ കയറി ശത്രുക്കൾ കണക്കാക്കാണെന്ന് അറിയും, ജനങ്ങളെ ശത്രുവാക്കിക്കണമെന്ന് അറിയും. അങ്ങനത്തെ അവസ്ഥ എത്ര ദിവസങ്ങളായി. ഇപ്പൊ ഏതായാലും കോൺക്രീറ്റ് ഒക്കെ ചെയ്ത നടപടികളുണ്ട്. മെയിൻ ഗേറ്റിലേക്കാണ്. ഒരു അത്യാവശ്യ നിലയിൽ ഒരു ആശുപത്രിക്ക് ചെല്ലാൻ കഴിയുമോ? ഇതാണ്. ഓപ്പറേഷൻ തിയേറ്റർ അടക്കം ഉണ്ടായിരുന്നു, നിരവധി ക്വാർട്ടേഴ്സുകൾ ഉണ്ടായിരുന്നു. അതാത് കാലങ്ങളിൽ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യാത്തതിന്റെ ഒരു ദുരവസ്ഥയാണ് അവിടെ. എത്ര എത്ര പറയാൻ തുടങ്ങി. ഇവിടെ പരപ്പനങ്ങാടിയിലെ മാധ്യമ പ്രവർത്തകർ മുഴുവൻ ആശുപത്രിയുടെ ശോചനീയാവസ്ഥയെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതൊക്കെ പത്രങ്ങളിലും അതുപോലെ തന്നെ സംഗതികളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആരും ചെവി കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ചില ആളുകളെ വെളിച്ചപ്പാടിനെ പോലെ അങ്ങോട്ട് ഉറഞ്ഞു തുള്ളിയിട്ട് ആശുപത്രിയെ കുറിച്ച് വളരെ അതിന് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കും നിങ്ങളുടെ ഈ കയ്യിലായിരുന്നല്ലോ 2 ടൈമിലും പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയുടെ ഭരണം. എന്തുകൊണ്ട് അത്തരത്തില് ആ രാഷ്ട്രീയം മാറ്റിവെക്കാൻ നമുക്ക് ഒരു വികസന പ്രവർത്തനത്തിന് ആവശ്യമായി ഞങ്ങൾ ഇത്ര ഏറെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന് പറയണ്ടേ? അത് നടപ്പിലായിട്ടുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കണ്ടേ? ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ വികസന സമിതിയും ചേരുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു പ്രവർത്തനം നമ്മൾ കുറെ ആളുകൾ നമ്മുടെ ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. ഒരു ഗൈനോക്കോളജിസ്റ്റിനെ അവിടെ നിയമിക്കണം, കിടത്തി ചികിത്സ വേണം. കാരണം താങ്ങാൻ കഴിയുന്നില്ല സ്വകാര്യ ആശുപത്രിയുടെ ബില്ലുകൾ, പ്രസവം മറ്റുള്ള സംഗതികള്. അപ്പൊ അതൊക്കെ ഒന്ന് നമ്മളെ ഗൗരവമായിട്ട് കാണാം. രാഷ്ട്രീയം മാറ്റി വെക്കുക. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ മാത്രമല്ല ജനകീയ വിഷയങ്ങളിൽ ഇടപെടേണ്ടത്. STPI അത് ഞങ്ങളെ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ല, വർഷങ്ങളായി. ഞാൻ മനസ്സിലാക്കുന്നത്
തിരുവങ്ങാടിയുടെ മണ്ഡലത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഏകദേശം 3 വർഷം ആകുന്നുണ്ട്. അന്ന് അതിന്റെ മുന്നേ വരെ ഞങ്ങളുടെ പ്രവർത്തകർ സമരംഗത്താ. ഞങ്ങളുടെ പ്രവർത്തകർ ഓരോ വിഷയത്തിലും സോഷ്യൽ മീഡിയയിലടക്കം ഈ ഉദ്യോഗസ്ഥന്മാരുടെ നേരെ, അതൊക്കെ നമുക്കറിയാമല്ലോ. അവസാനം ഒരു ഡോക്ടർ പരിശോധിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ഏതാനും 7 മാസങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ പ്രവർത്തകനാണ് അതിന്റെ പേരിൽ ഞങ്ങളുടെ പ്രവർത്തകനെതിരെ കേസെടുത്ത് അയാളെ മറ്റേ വധശ്രമം അടക്കമുള്ള കേസുകളായിരുന്നു ഞങ്ങളുടെ പ്രവർത്തകർക്കെതിരെ നടത്തിയത്. പിന്നെ എന്നിട്ടും ഈ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോ ലൈവിലൊക്കെ വരുന്ന ആളുകൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കണം എന്ന് വിളിച്ചു പറയാൻ പരപ്പനങ്ങാടിയിൽ കൂടി ചെട്ടിപ്പടിയിലുള്ള എല്ലാവിധ സാമൂഹിക രംഗത്തുള്ള പ്രവർത്തകർ വിളിച്ചു കൂട്ടാൻ തയ്യാറായിട്ടുണ്ടോ? ഇപ്പൊ വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൽ ചില കുപ്പായങ്ങളൊക്കെ തുന്നിച്ചേർത്തിട്ടുണ്ട്. ആ തുന്നിച്ചേർക്കാൻ അതിന്റെ രാഷ്ട്രീയപരമായ സംഗതികൾ ഉണ്ടാക്കിയതിന് വിജയം കൊയ്യാനാണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം എന്നുള്ള സത്യം നമുക്ക് പറയാതിരിക്കാൻ വയ്യ. നന്ദി, നമസ്കാരം.